ഈ ചക്ക കൊണ്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ചക്ക നമ്മൾ ഒരു പോർഷൻ മൊത്തവും കൊള്ളാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ചക്ക ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ബാക്കി ചക്ക നമുക്ക് മുറിച്ചെടുക്കാം. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് മറ്റേ കൂഴച്ചക്കയാണ്. കൂഴച്ചക്ക ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചക്ക മുറിക്കാൻ അറിയത്തില്ല. ഏകദേശമൊക്കെ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ഞാൻ മുറിക്കുകയാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അത് കാരണം കണ്ടോ ഭയങ്കരമായിട്ടത് ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് അടർത്തി മാറ്റി നമുക്ക് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായിട്ട് എടുക്കാം. കണ്ടോ അപ്പോൾ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന പിള്ളേർ സെറ്റ് കൊള്ളത്തില്ല. എല്ലാം ഭയങ്കര ബഹളമാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. മൊത്തവും മണ്ണിനകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ചക്ക ഹൽവ ഉണ്ടാക്കിത്തരാം. ചക്ക ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ സസ്പെൻസ് ഞാൻ തന്നെ പൊട്ടിച്ചു. കാരണം ചക്ക ഹൽവ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. രണ്ടുപേര് അവിടെ വാതിക്കൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ചക്ക ഹൽവ ഉച്ചയൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഴുത്ത് താഴെ വീണതായി ചക്ക. നമ്മുടെ മരത്തിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് കയറി പറിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചക്ക തന്നെ സ്വയം താഴെ വീണത് കൊണ്ട് നമുക്ക് കിട്ടിയ ചക്കയാണിത്. കണ്ടോ ഈച്ചയൊക്കെ വരുന്നുണ്ട്. ചക്കയുടെ ആ ഒരു ഇത് കണ്ടിട്ട് ഈച്ചയൊക്കെ പറന്ന് വരുന്നുണ്ട്. ചക്ക പൊളിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ടും അതിൻ്റേതായിട്ടുള്ള ചില ഈ ചക്കയൊക്കെ പൊളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകളെ. അതായത് കുറച്ച് എണ്ണ നമ്മൾ കയ്യിൽ തൂക്കണമെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പരിപാടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല പഴുത്ത മണമുണ്ട്. അപ്പോൾ മഴയൊക്കെ വരുന്നതിന് മുമ്പാണ് നമുക്ക് ഈ ചക്ക കിട്ടിയതുകൊണ്ട് നല്ല മധുരത്തോടെയാണ് ചക്ക കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് നമ്മളൊരു ഹൽവ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അത് ഓർഗാനിക്കായിട്ടുള്ള ഹൽവ. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്രയും രീതിയിലുള്ള ചുളയൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഈ ചക്കയുടെ ബാക്കി ഭാഗമൊക്കെ കൊണ്ട് കളയാം. അപ്പോൾ ഈ ഒരു ബൗള് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കണ്ടോ ഇത് ചക്കപ്പൊല്ല് എന്തൊക്കെയാണ് നല്ല പഴുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം സത്യം പറഞ്ഞാൽ ഇന്നലെ വീണതാണ് ഈ ചക്കയെ. അതുകൊണ്ട് അത് ഇരുന്ന് ഒരു ഭാഗം ഫുള്ള് കേടായിപ്പോയി. ആരും കഴിച്ചതുമില്ല. അപ്പോൾ നമ്മളിവിടെ ചക്കയൊക്കെ അങ്ങനെ ഒന്നും ആർക്കും ഇഷ്ടമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അത് കഴിക്കുമെന്നല്ലാതെ ഉണ്ടോ. ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ വീണ് രണ്ട് പിള്ളേർ വന്ന് നിന്ന് മൊത്തം കുളവാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി നമ്മുടെ തോട്ടിൽ കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ട് കളഞ്ഞിട്ട് വരാം. വേറെ എവിടെയല്ല നമ്മുടെ അടുത്തത് ഇടയ്ക്ക് ഇവിടെ കുറേ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും എടുത്തില്ല. പെട്ടെന്ന് ധൃതിക്ക് ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്കിത് കൊണ്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ. കളഞ്ഞിട്ട് വരാം. ഫ്ലഷ് മാത്രം എടുക്കുവാണ് കേട്ടോ. അടിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് തുറന്ന് നോക്കാം കേട്ടോ. ഞാനും ഇപ്പോഴാണ് തുറന്ന് നോക്കാൻ പോകുന്നത്. ഏതോ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ നമ്മുടെ ഫുഫു ഒക്കെ ഇല്ലേ, നമ്മുടെ ടപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഫുഫു ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഞാൻ തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. ചുമ്മാ കൊണ്ടുപോയി അങ്ങോട്ട് ആ ഫ്ലഷ് മാത്രം ഇട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് തരുമോ. നമ്മൾ കുറച്ചൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. നന്നായിട്ടാണ് വരുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് വെച്ചിട്ട് കാണിച്ചു തരാം. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. കണ്ടോ നല്ല രീതിയിൽ നെയ്യ് അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. പിള്ളേർ ഇവിടെ ഇരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കാരണം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. പറഞ്ഞാലാണെങ്കിൽ കേൾക്കത്തില്ല ഈ പിള്ളേർ. അത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും നെയ്യ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ അകത്തേക്ക് നമുക്കിതാ ഈ ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പം ഏത് രീതിയിലാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയപരമായിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുവാന്നും എനിക്കറിയില്ല.
അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നെയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ചക്ക നല്ല രീതിയിലങ്ങ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട് ഇതിനകത്ത്, ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ ഒരു ഹൽവാട സ്ട്രക്ചറൊക്കെ ആയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മധുരം ഒന്നും എക്സ്ട്രാ പുക വരുന്നുണ്ട് കേട്ടോ ഗൈസേ. ബിക്കോസ് നമ്മുടെ തീ കെട്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം. എപ്പോഴും ഈ തീ എന്ന് പറയുന്ന സാധനം ചില സമയത്ത് എനിക്ക് നല്ല രീതിയിൽ തീ പിടിച്ച് കിട്ടുവേ, ചില സമയത്ത് ഇത് പണി തരും. കാറ്റിൻ്റെ ഗതി മാറിപ്പോകുന്നതനുസരിച്ചൊക്കെ ചില സമയത്ത് പണി കിട്ടും. അതൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. നമ്മുടെ നെയ്യൊക്കെ വറ്റി അതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിങ്ങനെ നെയ്യ് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതേ എന്താന്നാ നെയ്യ് കൂടിപ്പോയെന്നാണ്. ആക്ച്വലി ആ നെയ്യൊക്കെ അതിനകത്തേക്ക് ചേർന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമാണ് കേട്ടോ. ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനൊരു ഇഷ്ടമായിരിക്കും. കാരണം ചക്ക ഹൽവ, ചക്ക പൊരിയൽ, പിന്നെ ചക്ക വറുത്തത്, പിന്നെ അങ്ങനെ ചക്ക കൊണ്ട് എന്തെല്ലാം. നമ്മൾ തന്നെ ഒരു പ്രാവശ്യം ചക്ക പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് പച്ച ചക്കയായ സമയത്താണ്. ഇപ്പം ആ ചക്ക എല്ലാം വിളഞ്ഞ് കിടക്കുവാണ്. നമ്മൾ നമ്മുടെ ചക്കപ്പുഴുക്കുണ്ടാക്കിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ടാണ് നമ്മൾ ചക്ക പുഴുക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചക്ക ഹൽവായും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. അതായത് ഇങ്ങനെ നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. ആവശ്യം കൂടെ നെയ്യുടെ ആവശ്യമുണ്ട്. തുടക്കത്തിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും നെയ്യ് വേണ്ടെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ നെയ്യ് ഇങ്ങനെ ഉണ്ടെങ്കിൽ കേൾക്കാൻ കണ്ടാൽ നല്ല അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കുറച്ച് പാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചക്ക അടിച്ച മിക്സിയുടെ അകത്തോട്ട് തന്നെ പാലൊഴിച്ച് വെച്ചത്. അത് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഹായ് ഇരുന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. നമുക്കിതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും പാലിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും പാല് ഉള്ളതൊക്കെ ഞാനങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ പാലിന് പകരം പാൽപ്പൊടിയാണ് എടുത്തത് കേട്ടോ. 2 കവർ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കതിങ്ങനെ അതിനകത്തുള്ളതൊക്കെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് ഇളക്കി ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഹൽവയുടെ ഒരു പരുവം. ഇത് ഹൽവയാകുമോ ചക്ക പായസമാകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എന്തൊക്കെയോ ആകും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാനത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഗേസ്. ഇപ്പം ഇത് ഐ തിങ്ക് പിള്ളേരുടെ അമൃതം പൊടി കുറുകിയ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് സെറ്റ് ആകുമെന്നുള്ള പ്രതീക്ഷയോടെ കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. അപ്പം പഴക്കുറുക്ക് പോലെയൊക്കെ തോന്നുന്നു എനിക്ക് സത്യത്തിൽ. ഇത് ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. എന്തായാലും നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് തന്നെ പരത്തി ഹൽവയുടെയൊക്കെ ഒരു ഇതിലാക്കി മാറ്റി കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാനത് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ ഫുള്ള് മാറി സെറ്റായി വരുന്നത്. നമ്മളിതിനു മുമ്പ് ഒരു ക്യാരറ്റ് ഹൽവയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാവരും ചാനലിലുണ്ട്, പോയി കാണണേ. എന്തായാലും നമ്മുടെ ചക്ക ഹൽവ നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഓക്കെ വരുന്നുണ്ട്. വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മാറ്റുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. തണുത്തിട്ടാണ് ഇത് കഴിക്കാൻ സെറ്റ്. ഹൽവ എന്നും പറഞ്ഞ ഒരാൾ വരും. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
ടേസ്റ്റ് വൈസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എടുത്ത് കേട്ടോ. കാരണം പിള്ളേരൊക്കെ ഭയങ്കര ബഹളമായത്. നമ്മൾ ഫൈനൽ ഇതാണ് കേട്ടോ നമ്മുടെ ചക്ക ഹൽവയുടെ അവസ്ഥ. ഇതാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. സത്യത്തിൽ ഇത് നന്നായിട്ട് തണുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. കൊള്ളാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രണ്ടാമത് കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെ. ചക്ക കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കഴിക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ, 2 പാൽപ്പൊടിയും ഇച്ചിരി നെയ്യും പിന്നെ നമ്മുടെ ചക്കയും. ടേബിളിരുന്ന് കഴിക്കുമ്പം ക്യാമറാമാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കൊതി വരുന്നു. അപ്പം കൊതി വിട്ടാതിരിക്കാൻ. ഇപ്പം എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, കൊള്ളാം. തന്നെ